Lead storage battery. Lead storage battery is a secondary battery. Therefore, this can be recharged and reused. നമുക്കറിയാം ലെഡ് സ്റ്റോറേജ് ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻവെർട്ടറുകളിലും അതേപോലെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ദിസ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഈസ് എ ഇലക്ട്രോകെമിക്കൽ സെൽ. ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. Therefore, the chemical reaction takes place within the cell produce electricity. ഈ സെല്ലിനകത്ത് നടക്കുന്ന ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിലും അതിലൊരു ആനോഡും അതേപോലെ കാഥോഡും ഇലക്ട്രോലൈറ്റും വേണം. ഇവിടെ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലെഡ് പ്ലേറ്റാണ് ആനോഡായിട്ട് ഉപയോഗിക്കുക. അതേപോലെ കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലെഡ് പ്ലേറ്റിൽ ലെഡ് ഡയോക്സൈഡ് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാഥോഡായിട്ട് ഉപയോഗിക്കുക. ലെഡ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്. Then dilute sulfuric acid is used as electrolyte. Dilute H2SO4 is used as an electrolyte. ഇനി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും? ആനോഡ് ലെഡ് പ്ലേറ്റ്, കാഥോഡ് ലെഡ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. അതേപോലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കാം. ആനോഡിൽ ഫസ്റ്റ് നടക്കേണ്ട റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ആനോഡായിട്ട് ഉപയോഗിച്ചെന്താണ്? ലെഡ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ആസ് ആനോഡ്. Therefore, lead plate undergoes oxidation, that is lead removes 2 electron and it is converted into lead Pb2+. ഇതാണ് ഫസ്റ്റ് നടക്കുന്ന ഒരു സെല്ലിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്ന ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. Pb-2 electron gives Pb2+. Then this Pb2+ dissolves in electrolyte that is dilute sulfuric acid. Then it is reacted with the dilute sulfuric acid and it is converted into Pb2+ plus SO4 it can be converted into PbSO4. This is the anodic reaction, that is lead get oxidized. Then overall cell reaction occurs at anode is equal to Pb-2 electron gives PbSO4. Pb2+ ഫോം ചെയ്യും. അത് ഇലക്ട്രോലൈറ്റിൽ കിടക്കുന്ന SO4 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് PbSO4 ആയിട്ട് മാറും. ഇതാണ് ആനോഡിക് റിയാക്ഷൻ. ദെൻ കാഥോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PbO2. ലെഡ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്. ഇവിടെ കാഥോഡിൽ നമുക്കറിയാം കാഥോഡിക് റിയാക്ഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആനോഡ് റിമൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ 2 ഇലക്ട്രോണാണ് ആനോഡ് റിമൂവ് ചെയ്തത്. ഈ 2 ഇലക്ട്രോണുകളും PbO2ഉം അതേപോലെ ഇലക്ട്രോലൈറ്റിലുള്ള 4H+ അയോൺസും റിയാക്ട് ചെയ്തിട്ട് ഇതെന്തായിട്ട് മാറും? Pb2+ ആയിട്ട് മാറും. ഓക്സിഡേഷൻ സംഭവിച്ചു. Pb2+ പ്ലസ് 2H2O ആയിട്ട് മാറും. 2 മോളിക്യൂൾ വാട്ടറും ഉണ്ടാവും. അപ്പോൾ ആ കാഥോഡിക് റിയാക്ഷൻ എന്താണ്? PbO2നെ 2 ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തു. എവിടെ നിന്ന് വരുന്ന ഈ 2 ഇലക്ട്രോൺ? ആനോഡിക് റിയാക്ഷനിലൂടെ വരുന്ന 2 ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്തു. ഇലക്ട്രോലൈറ്റിലുള്ള 4H+ അയോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ദിസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു Pb2+ പ്ലസ് 2H2O ആയിട്ട് മാറും. ദെൻ ദിസ് Pb2+ അയോൺ is also combined with the SO4 ion present in electrolyte and it is converted into PbSO4. ഇവിടെയും എന്തെങ്കിലും നടക്കുന്നുണ്ട്? Pb2+ അയോൺ ഫോം ചെയ്യുകയും ഈ Pb2+ അയോൺ SO4 അയോൺ പ്രസൻറ്റ് ഇൻ ഇലക്ട്രോലൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ദിസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു PbSO4 ആയിട്ട് മാറി. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആനോഡിക് റിയാക്ഷൻ്റെ ഫലമായിട്ടും PbSO4 പ്രൊഡ്യൂസ് ചെയ്തു. കാഥോഡിക് റിയാക്ഷൻ്റെ ഫലമായിട്ടും PbSO4 പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓവറാൾ സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആനോഡിക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. Pb, പിന്നെ കാഥോഡിൽ PbO2, പിന്നെ 2 മോളിക്യൂള് H2SO4ഉം കൂടി റിയാക്ട് ചെയ്തിട്ട് എന്താ ഫോം ചെയ്തത്? 2 മോളിക്യൂള് PbSO4ഉം ഫോം ചെയ്തു. അതേപോലെ തന്നെ 2 മോളിക്യൂള് വാട്ടറും പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ഈ സ്റ്റോറേജ് ബാറ്ററിയുള്ള ഓവറാൾ റിയാക്ഷൻ. ആനോഡിലുള്ള ലെഡും കാഥോഡിലെ ലെഡ് ഡയോക്സൈഡും ഇലക്ട്രോലൈറ്റിലെ 2 സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളും കൂടി കമ്പൈൻ ചെയ്തിട്ട് PbSO4ഉം 2 മോളിക്യൂൾ വാട്ടറും ഫോം ചെയ്തു.
ഇതാണ് സെൽ റിയാക്ഷൻ. ഇതിലൂടെയാണ് നമുക്ക് ഇൻവെർട്ടർ എന്നും അതേപോലെ തന്നെ ബാറ്ററി, വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയിലും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. എവിടുന്നാണ് ഇലക്ട്രോൺ മൂവ് ചെയ്തത്? ആനോഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺ കാത്തോഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആക്ച്വലി ഒരു സിംഗിൾ ഇലക്ട്രോണിക് കെമിക്കൽ സെല്ലല്ല ഉള്ളത്. ഒരുപാട് ഇലക്ട്രോ കെമിക്കൽ സെല്ല് ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഇൻവെർട്ടർ ബാറ്ററി അല്ലെങ്കിൽ അതേപോലെ തന്നെ വാഹനങ്ങളിലൊക്കെ ഉള്ള ബാറ്ററി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വണ്ടിയിലൊക്കെ ബാറ്ററി, അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഒക്കെ ഒരു 2-3 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി തീർന്നു പോകും. അതെന്തുകൊണ്ടാണ്? പിന്നെ എപ്പോഴാണ് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി കറണ്ട് കിട്ടുള്ളൂ? കറണ്ട് വന്നിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സെൽ റിയാക്ഷൻ നടക്കുകയാണ്. ആനോഡിൽ നിന്ന് 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് Pb2+ ആയി, PbSO4 ആയിട്ട് ഇലക്ട്രോളൈറ്റായിട്ട് റിയാക്ട് ചെയ്തു. അതേപോലെ തന്നെ കാത്തോഡിക് റിയാക്ഷനൊക്കെ നടന്ന് കംപ്ലീറ്റ് ആനോഡിലെ ലെഡും കാത്തോഡിലുള്ള ലെഡ് ഡയോക്സൈഡും ഇലക്ട്രോലൈറ്റിലുള്ള H2SO4 ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഇലക്ട്രിസിറ്റി അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത്. ഇനി നമ്മളെ ബാറ്ററിയിലെ ചാർജ് തീർന്നു, അതായത് നമ്മുടെ ആനോഡ് തീർന്നു, കാഥോഡ് തീർന്നു, അതേപോലെ തന്നെ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡായിരുന്നു നമ്മളെ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റും യൂസ് ചെയ്ത് തീർന്നു. ഫുൾ എന്തായിട്ട് മാറി? PbSO4 ആയിട്ട് മാറി. ഇനി റീചാർജ് ചെയ്യാണ് നമ്മളെ ബാറ്ററി. റീചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ EMF ഉള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തായിരുന്നു നമ്മളെ ഫസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചാർജും ഇൻവെർട്ടറിൻ്റെ ബാറ്ററിത്ത് തീർന്നു എന്ന് പറയുമ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്? 2 PbSO4 മോളിക്യൂളും അതേപോലെ തന്നെ 2 വാട്ടർ മോളിക്യൂളും ആയിരുന്നു ഫൈനലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ സെൽ റിയാക്ഷൻ നോക്കിയിട്ടുണ്ട് അല്ലേ. 2 ലെഡ് സൾഫേറ്റും അതേപോലെ തന്നെ 2 വാട്ടർ മോളിക്യൂളും ഫോം ചെയ്തു. ഇവിടെ നമ്മൾ ഹൈ EMF അപ്ലൈ ചെയ്യുകയാണ്. എവിടേക്ക്? ഫുള്ള് തീർന്ന ബാറ്ററിയിലേക്ക് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ഈ സെൽ റിയാക്ഷൻ ഇങ്ങനെ റിവേഴ്സ് ആകുകയെന്നറിയോ? Pb പ്രൊഡ്യൂസ് ചെയ്യും ആദ്യമുണ്ടായ ആനോഡ്, PbO2 പ്രൊഡ്യൂസ് ചെയ്യും കാഥോഡ്, അതേപോലെ തന്നെ 2 മോളിക്യൂൾ H2SO4ഉം പ്രൊഡ്യൂസ് ചെയ്യും. സെല്ല് കറണ്ട് വന്നപ്പോൾ സെൽ റിയാക്ഷൻ ഇൻവേഴ്സായി. ഫസ്റ്റ് നമ്മളെ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മളെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടാണ്. അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ഇനി കറണ്ട് വന്നപ്പോൾ നമ്മളെ ബാറ്ററി ഫുള്ള് തീർന്നിട്ടുണ്ട്. അതിൽ ഇലക്ട്രിസിറ്റി പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഹൈ EMF ഹൈ വോൾട്ടേജ് നമ്മളെ സെല്ലിലേക്ക് കൊടുക്കുമ്പോൾ സെൽ റിയാക്ഷൻ മസ്റ്റ് ബി റിവേഴ്സ്ഡ്. ആ സെൽ റിയാക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ആനോഡ് പ്രൊഡ്യൂസ് ചെയ്യും, കാഥോഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾസും പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബാറ്ററി വാട്ടർ ഉപയോഗിക്കലുണ്ട് അല്ലേ. എന്താ ബാറ്ററി വാട്ടർ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ശരിക്കും എന്താ വാട്ടർ ഉപയോഗിക്കേണ്ട വല്ല സിറ്റുവേഷൻ ഉണ്ടോ ഇവിടെ? ഇല്ല. ഇവിടെ നമ്മളെപ്പോഴും യൂസ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡൊക്കെ സോളിഡിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ സോളിഡിഫൈ ചെയ്യുന്നത് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി വാട്ടർ യൂസ് ചെയ്യുന്നത്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവാപ്പറേഷൻ പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് സോളിഡിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി വാട്ടർ ഒഴിക്കുന്നത്. അതൊരിക്കലും ആസിഡല്ല. ആസിഡ് അതിൽ തന്നെ ഉണ്ട്. ബാറ്ററി വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് വെറും വാട്ടറാണ്, മിനറൽ വാട്ടറാണ് നമ്മൾ, അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടറാണ് നമ്മൾ ബാറ്ററി വാട്ടറായിട്ട്, ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ബാറ്ററി വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്.